Okay, so next class of DFT, Design for Testability. അപ്പോൾ ഡി എഫ് ടിയിൽ വാട്ട് ആക്ച്വലി ഡൺ എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഒരു കോൾ വന്നതുകൊണ്ട് കട്ടാക്കിയതാണ്. ഓക്കെ, സോ ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റീപ്ലേസ്ഡ് ബൈ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നമ്മളിതാണ് നമ്മുടെ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഒരു ഫങ്ഷണൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു തരത്തിലും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിലൊരു ഡയറക്റ്റ് ഇൻപുട്ടോ ഡയറക്റ്റ് ഔട്ട്പുട്ടോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യാണ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കുകയാണ്. അപ്പോൾ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ 2-to-1 മൾട്ടിപ്ലെക്സർ, ഒരു മക്സ് 2:1 ഒരു മക്സ്, അതായത് 2 ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട്, ഒരു കൺട്രോൾ ലൈൻ ഉണ്ടാവും. ഓക്കെ, ഒരു 2-to-1 മൾട്ടിപ്ലെക്സർ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നതാണ് ഒരു സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ്, SFF. ഓക്കെ, ഇതാണ് ഒരു സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. എല്ലാ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഫ്രണ്ടിൽ ഒരു ഡി മക്സ് അല്ല, ഒരു 2-to-1 മക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റീപ്ലേസ്ഡ് ബൈ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ്. കണക്ട് സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആസ് കോൺഫിഗറബിൾ ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഇത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഒരു സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കുക. സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞു ഒരു മക്സ് ഫ്രണ്ടിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, ഇപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ അതെല്ലാം സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കുക. എന്നിട്ട് ഈ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൽ കോൺഫിഗർ ചെയ്യുക. ഓക്കെ, ആഡ് 1 ടെസ്റ്റ് കൺട്രോൾ TC ആസ് പ്രൈമറി ഇൻപുട്ട്. അതായത് അതിൻ്റെ ഞാൻ പറഞ്ഞു, ഇതിനെ ഒരു സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പിന് 2 ഇൻപുട്ട് ഉണ്ടാവും, ഒരു കൺട്രോൾ ഇൻപുട്ട് ഉണ്ടാവും, പിന്നെ ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഒരു ഇൻപുട്ട് എന്നുള്ളത് ഇതിൻ്റെ നമ്മൾ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് TC ആയിരിക്കണം. TC ആസ് ദ പ്രൈമറി ഇൻപുട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആഡ് സ്കാൻ ഇൻ ഇൻപുട്ട് ആൻഡ് സ്കാൻ ഔട്ട്പുട്ട് ഫോർ ദ ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഇതിൽ ഒരു സ്കാനിൻ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ഉണ്ടാവുക, സ്കാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഇൻപുട്ടും കൂടി ഇവിടെ ബാക്കിയുണ്ട്. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് നോർമൽ മോഡിൽ എന്താ പറയുക, ഇത് നോർമൽ മോഡിൽ ഇതായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് മോഡിലായിരിക്കും ഈ സ്കാനിൻ ബിറ്റ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ സീക്വൻഷ്യൽ സർക്യൂട്ടിന് നോർമലായിട്ട് നമ്മൾ ടെസ്റ്റ് മോഡിലല്ലല്ലോ വർക്ക് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ടെസ്റ്റ് മോഡിൽ ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ടെസ്റ്റ് മോഡിൽ എപ്പോഴാണോ ഇടുന്നത് ഈ സീക്വൻഷ്യൽ സർക്യൂട്ട്, അപ്പോഴാണ് ഈ സ്കാനിൻ ഇൻപുട്ട് ഇതിൽ അപ്ലൈ ചെയ്യുക. അല്ലാത്ത നേരത്തൊക്കെ എന്താണ്, നമുക്ക് ഈ ഡി ആയിരിക്കും നമുക്ക് വരുന്ന നോർമൽ ഇൻപുട്ട് ആയിരിക്കും നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇതാണ് നമ്മളൊരു സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ലോജിക്കൽ ഒരു കൺവെൻഷണൽ ഡയഗ്രാമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ലോജിക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 ഇൻപുട്ട് ഡിയും SD ആണ് സ്കാൻ ഡി എന്ന് പറയുന്നത്. സ്കാൻ ഇൻപുട്ടാണ് ഇത് SD എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നോർമൽ ഇൻപുട്ട് D ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. TC എന്ന് പറയുന്നത് ആ കൺട്രോൾ ടെസ്റ്റ് കൺട്രോളാണ് TC എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മക്സിൻ്റെ സ്ട്രക്ചറും. ഇതാണ് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൺവെൻഷണൽ സ്ട്രക്ചർ വരച്ചൊന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഡയഗ്രാം എന്ന് പറയുന്നത് സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഒരു ടെസ്റ്റ് കൺട്രോൾ ഉണ്ട്, D ഇൻപുട്ട് ഉണ്ട്, SD ഇൻപുട്ട് ഉണ്ട്, സ്കാൻ ഔട്ടാണ് ഔട്ട്പുട്ട്, ക്ലോക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പിക്ക്. അപ്പോൾ ഇവിടെ അടുത്ത ഡയഗ്രാം എന്ന് പറയുന്നത് സ്കാൻ ഇൻസേർട്ടഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്. നമ്മൾ ഈ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു സർക്യൂട്ടിലേക്ക് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് 2 ഇൻപുട്ട് ഡയറക്റ്റ് ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. അതാണ് പ്രൈമറി ഇൻപുട്ടും പ്രൈമറി ഔട്ട്പുട്ടും. അതൊന്നും ചെയ്യുന്നില്ല. ഇനി നോർമലി നമ്മളെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്ന് ഒരു കണക്ഷൻ വന്നിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിക്ക് കൊടുത്തിട്ട് അത് ഫീഡ്ബാക്ക് ചെയ്യും. അപ്പോൾ ആ സ്ട്രക്ചർ കറക്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വരും സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പിക്ക് കൊടുത്തു, അത് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിക്കും ഒരു നോർമൽ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നോർമൽ മോഡിലാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുക. ഇനി അപ്പോൾ ഇതെല്ലാതും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് സിമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വേറെ ഇതെല്ലാതും ഇപ്പോൾ സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ അഡീഷണൽ മോഡിഫിക്കേഷൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് കൺട്രോൾ ഇതിലെല്ലാത്തേക്കും കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് കൺട്രോൾ
എല്ലാത്തേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു സ്കാനിനുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. സ്കാനിനുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് സെക്കൻഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഇത് വീണ്ടും ആ സ്കാനിന് ഇങ്ങനെ സീരിയലായിട്ടാണ് ഓരോന്നിക്കും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ സ്കാനിങ് മോഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ TC ഈ കൺട്രോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ടെസ്റ്റ് കൺട്രോൾ എന്നുള്ളത് ഒന്നില്ലെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. 1 ആയിട്ടുണ്ടെങ്കിൽ ഇത് നോർമൽ മോഡിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. അതായത് ഈ സ്കാനിങ്ങിൻ്റെ ഫങ്ഷൻ ഉണ്ടാവില്ല അവിടെ. സ്കാനിങ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് നോർമൽ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടായിട്ട് നോർമൽ മോഡിൽ വർക്ക് ചെയ്യും. ഇനി എപ്പോഴാണോ TC = 0 ആവുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ടെസ്റ്റ് മോഡ് വരുന്നത്. ആ ടെസ്റ്റ് മോഡ് വരുമ്പോൾ ഈ സ്കാനിന് അപ്ലൈ ചെയ്യും. ഈ സ്കാനിന് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ നോർമൽ മോഡിൻ്റെ ഇത് വരുന്നില്ല, ഫംഗ്ഷൻ വരുന്നില്ല, അത് ഡോൺ കെയർ ആണ്. അപ്പോൾ അത് അവിടെ വർക്ക് ചെയ്യില്ല. ടെസ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ സ്കാനിന് അപ്ലൈ ചെയ്യും ടെസ്റ്റ് മോഡിൽ. അതായത് TC = 0 ആകുമ്പോൾ അത് ടെസ്റ്റ് മോഡായിരിക്കും. ടെസ്റ്റ് മോഡ് അയക്കുമ്പോൾ സ്കാനിന് അപ്ലൈ ചെയ്യും. സ്കാനിന് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ സ്കാനിങ്ങിൽ നമ്മൾ ഡാറ്റ കൊടുക്കും, ഇൻപുട്ട് ഡാറ്റ കൊടുക്കും. അതിങ്ങനെ ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലേ, അപ്പോൾ സീരിയലായിട്ട് പോയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സ്കാൻ ഔട്ടിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഡാറ്റയാണോ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്, അപ്പോൾ എന്ത് ഡാറ്റയാണോ കൊടുത്തത് അത് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളുടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ. അപ്പോൾ അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാണ്. എക്സ്റ്റേണലി നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് സ്ട്രക്ചർ മോഡിഫൈ ചെയ്തിട്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഇനീഷ്യലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൺട്രോളബിലിറ്റി നമ്മൾ ചെയ്യുന്നു. നമ്മളുടെ കൺട്രോളിലാണ് നമ്മൾ ഈ TCയും സ്കാനിങ്ങൊക്കെ. അതുപോലെ അതിൻ്റെ ഒബ്സർവബിലിറ്റി, അതിൻ്റെ ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ കൊടുത്തത് തന്നെയാണോ കിട്ടുന്നതെന്ന്. അങ്ങനെ കൊടുത്തത് തന്നെയാണ് കിട്ടിയെങ്കിൽ നമുക്ക് ഉറപ്പാണ് അതിൽ എറർ ഒന്നുമില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കറക്റ്റ് ഡേറ്റ തന്നെ കിട്ടുന്നുണ്ട്, നമുക്ക് അതിൽ എറേഴ്സ് ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒബ്സർവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്രാം നിങ്ങളിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഈ സ്കാൻ ഡിസൈൻ റൂൾസ് ഉണ്ട് കുറച്ച്. അത് ഈ ഡയഗ്രത്തിൽ പറഞ്ഞത് തന്നെയാണ്. സെറ്റ് ഓഫ് റൂൾസ് മസ്റ്റ് ബി കൺഫേം ഡ്യൂറിങ് ഡിസൈൻ. അതായത് ഇതിൽ തന്നെയാണ്, ആ ഡയഗ്രാം തന്നെയാണ് ഈ പോയിന്റ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. യൂസ് ഓൺലി ക്ലോക്ക്ഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ഇംപ്ലിമെൻറ്റ് സ്റ്റോറേജ് എലമെൻറ്റ്. അതായത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ വേണം. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ JKയും RS ഒന്നും എടുക്കാൻ പാടില്ല. ഇത് കൂടുതൽ കോംപ്ലക്സ് ആയിരിക്കും വരുന്നത്. നമ്മൾ യൂഷ്വലി VLSIയിൽ ഒരു നോർമൽ ഒരു യൂണിവേഴ്സൽ ഫിനോമിനിയാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഈസിയാണ് അതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ അറ്റ്ലീസ്റ്റ് 1 പ്രൈമറി ഇൻപുട്ട് ആൻഡ് PIN മസ്റ്റ് ബി അവൈലബിൾ പ്രൈമറി ഫോർ ടെസ്റ്റ്. അപ്പോൾ ഒരു പ്രൈമറി ഇൻപുട്ട് പിന്നെ അവൈലബിൾ ആയിരിക്കണം. ഓൾ ക്ലോക്ക് മസ്റ്റ് ബി ഡയറക്ട്ലി ഫെഡ് ഫ്രം ഇൻപുട്ട്. അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലോക്ക് മസ്റ്റ് നോട്ട് ഫീഡ് ഡാറ്റ ഇൻപുട്സ് ടു ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് റേസ് കണ്ടീഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ പറയാണ്. ഹൗ ആർ ടെസ്റ്റ് വെക്ടേഴ്സ് അപ്ലൈഡ്. എങ്ങനെയാണ് ടെസ്റ്റ് വെക്ടേഴ്സ് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നമ്മളിവിടെ പ്രൈമറി ഇൻപുട്ട് ഒരു കുളത്തിൽ കൊടുത്തിട്ടുണ്ട്, പ്രസൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്, പ്രൈമറി ഔട്ട്പുട്ട് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് റിക്വയർഡ് ഇൻപുട്ട് ബി അപ്ലൈഡ്. അപ്പോൾ നമ്മൾ പ്രൈമറി ഇൻപുട്ട് I1, I2, I3 ആണ്. പ്രസൻറ്റ് സ്റ്റേറ്റ് S1, S2 അത് എവിടെയാണ് വരെയെന്നുള്ള സ്ട്രക്ചറൊക്കെ അറിയാമല്ലോ നമുക്ക് പ്രസൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഇൻപുട്ട് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ഇതൊരു കോമ്പിനേഷൻ സർക്യൂട്ട് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉള്ളത്. അപ്പോൾ അതിൻ്റെ 2 ഇൻപുട്ടാണ് പ്രൈമറി ഇൻപുട്ടും പ്രസൻറ്റ് സ്റ്റേറ്റും, 2 ഔട്ട്പുട്ടാണ് പ്രൈമറി ഔട്ട്പുട്ടും നെക്സ്റ്റ് സ്റ്റേറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി ഇൻപുട്ട് അപ്ലൈഡ് ഡയറക്ട്ലി, പ്രസൻറ്റ് സ്റ്റേറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് സീരിയലി ആഫ്റ്റർ സെറ്റിംഗ് TC = 0. അതുപോലെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഹാസ് ടു ബി ഒബ്സർവ്ഡ് സീരിയലി ആഫ്റ്റർ സെറ്റിംഗ് TC = 0. ഇത് രണ്ടും ടെസ്റ്റ് മോഡിൻ്റെ കണ്ടീഷൻസാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ടെസ്റ്റ് വെക്ടറും ഈ സ്കാൻ സീക്വൻസും ചെയ്യണേന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു ഇതിൻ്റെ ആ പ്രൈമറി ഇൻപുട്ടും സ്കാനിങ് ഇൻപുട്ടും അതുപോലെ ടെസ്റ്റ് കൺട്രോളും പിന്നെ പ്രൈമറി ഔട്ട്പുട്ടും സ്കാൻ ഔട്ട് ഒക്കെ എല്ലാതും ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രൈമറി അതായത് സ്കാൻ TC = 0 അതായത് ടെസ്റ്റ് മോഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് മോഡിൽ കൊടുത്തിരിക്കുമ്പോൾ PI എന്നുള്ളത് ഡോൺ കെയർ ആണ്, പ്രൈമറി ഇൻപുട്ട് ഡോൺ കെയർ ആണ്. കാരണം നമുക്ക് നോർമൽ മോഡിലല്ലല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കാൻ ഇൻപുട്ട് മാത്രമേ നമുക്കത് നോക്കണ്ടേ. സ്കാൻ ഇൻപുട്ട് അപ്പോൾ TC = 0 കൊടുത്തിട്ട് സ്കാൻ ഇൻപുട്ട് S1 കൊടുത്തു നമ്മൾ. അപ്പോൾ S1 കൊടുത്തപ്പോൾ സ്കാൻ ഇൻപുട്ട് 0 ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടൈമിൽ പ്രൈമറി ഔട്ട്പുട്ട് അതായത് പ്രൈമറി ഇൻപുട്ട് എല്ലാം ഡോൺ കെയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് ഇവിടെ TC = 0 കൊടുത്തിട്ട് പ്രസൻറ്റ് സ്റ്റേറ്റ് S1 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് കാണേണ്ടത്
N1 ആണ് നമുക്ക് പ്രൈമറി ഔട്ട്പുട്ട്, അതായത് I1ഉം S1ഉം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യേണ്ടത് 0, 1ഉം N1 ആണ് ഒബ്സർവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൈമറി ഔട്ട്പുട്ടും നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈമറി ഇൻപുട്ട് ഡോണ്ട് കെയർ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പ്രൈമറി S1 പ്രസൻറ്റ് സ്റ്റേറ്റ് S1 നമ്മൾ അപ്ലൈ ചെയ്തു. S1 അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈമിൽ TC നമുക്ക് എത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ അത്രയും നമ്മൾ TC എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമ്മൾ 0 ആണ് ഇനീഷ്യലൈസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് I1 പ്രൈമറി ഇൻപുട്ട് I1 കൊടുക്കുകയാണ്. ആ പ്രൈമറി ഇൻപുട്ട് I1 കൊടുത്തപ്പോൾ പാരലൽ ടെസ്റ്റ് കൺട്രോൾ 1 ആക്കി, അതായത് നോർമൽ മോഡിൽ ആക്കിയപ്പോൾ I1 കൊടുത്തപ്പോൾ പാരലലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടി 0, 1 കിട്ടി. ഓക്കെ, പ്രൈമറി ഇൻപുട്ട് I1 കൊടുത്തപ്പോൾ പാരലലി 0, 1 എന്നുള്ളത് ഔട്ട്പുട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് ടെസ്റ്റ് വെക്ടർ, അതായത് നെക്സ്റ്റ് TC എന്നുള്ളത് 0 ആക്കുമ്പോഴാണ് I1 കൊടുത്താൽ I1 S1 നെക്സ്റ്റ് സ്റ്റേറ്റ് പിന്നെ പ്രസൻറ്റ് സ്റ്റേറ്റ് S1 ആയാലും നെക്സ്റ്റ് സ്റ്റേറ്റ് N1 ആണ് വരുന്നത്. ആ നെക്സ്റ്റ് സ്റ്റേറ്റ് സീരിയൽ ആയിട്ട് ഒരു ഡിലേ കഴിഞ്ഞിട്ടാണ് നമുക്ക് N1 ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് 0 കൊടുത്തപ്പോഴാണ് ഈ S1 അപ്ലൈ ചെയ്തതിൻ്റെ N1 ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ I2 കൊടുത്തപ്പോൾ പാരലലി O2 ആ ടേബിൾ നോക്കിയാൽ അറിയാം I2 പാരലൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതേ പാരലൽ ഔട്ട്പുട്ടുകളും കിട്ടുന്നുണ്ട്, സീരിയൽ ഔട്ട്പുട്ടുകളും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ല, സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവിടെ S1 കൊടുത്തപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് പ്രസൻറ്റ് സ്റ്റേറ്റ് S1 കൊടുത്തപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് N1 കിട്ടി. അതുപോലെ S2 കൊടുത്തപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് N2 കിട്ടി. അപ്പോൾ ഇതാണ് ഈ ടേബിൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ടെസ്റ്റ് വെക്ടറും പാരലലും കിട്ടുന്നുണ്ട്, നമ്മൾ സീരിയലായിട്ട് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് തന്നെ സെയിം തന്നെ നമുക്ക് ഒരു ടേബിളിൽ നമ്മൾ ഇതൊരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ ആണ്, സെയിം തന്നെ ഒരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രൈമറി ഇൻപുട്ട് 0, 1, 0 പ്രസൻറ്റ് സ്റ്റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, പ്രൈമറി ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്, ഒരു 3 സ്റ്റേറ്റ് വേരിയബിൾ നെക്സ്റ്റ് സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര ക്ലോക്ക് സൈക്കിൾ ഓരോ ക്ലോക്കിനും 1, 2, 3, 4, 8 വന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു സ്കാനിങ് TC = 0 അപ്ലൈ ചെയ്തു. TC = 0 അപ്ലൈ ചെയ്തിട്ട് പാറ്റേൺ പ്രസൻറ്റ് സ്റ്റേറ്റ് കൊടുത്തത് 1, 0, 0 ആണ്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് സ്റ്റേറ്റ് സ്കാനിൻ എന്നുള്ളത് 1, 0, 0 കൊടുത്തു. പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് സ്കാനിനിൽ കൊടുക്കുന്നത്, 1, 0, 0 കൊടുത്തു. ഓക്കെ, പിന്നെ 1, 0, 0 കൊടുക്കുമ്പോൾ പ്രൈമറി ഇൻപുട്ട് ഡോൺ കെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ X ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ പ്രൈമറി ഔട്ട്പുട്ട് നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഡോൺ കെയർ ആണ്. സ്കാൻ ഔട്ട് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്, നെക്സ്റ്റ് ഇതിലാണ് വരുന്നത്, നെക്സ്റ്റ് ടൈമിലാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ TC = 0 കൊടുത്തു. നെക്സ്റ്റ് TC 1 അപ്ലൈ ചെയ്തപ്പോൾ പാരലായിട്ട് നെക്സ്റ്റ് TC 1 അപ്ലൈ ചെയ്തു, കൂടാതെ പ്രൈമറി ഇൻപുട്ട് 0, 1, 0 അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് 0, 1 നമുക്ക് പ്രൈമറി ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് TC 0 കൊടുത്തപ്പോഴാണ് ഫസ്റ്റിൻ്റെ, അതായത് പ്രസൻറ്റ് സ്റ്റേറ്റ് 0, 0, 1, 0, 0 ആകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 1, 0, 1 ആവണം. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 1, 0, 1 ആയി. ഓക്കെ, അപ്പോൾ അതേ ടൈമിൽ തന്നെ പാരലായിട്ട് നമുക്ക് നെക്സ്റ്റ് 0, 1, 0 അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്തതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ ഡേറ്റയും കൊടുക്കുക 0, 1, 0 അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റകൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിച്ചത്. ഓക്കെ, ഇനി സ്കാൻ ടെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്കാൻ രജിസ്റ്റർ മസ്റ്റ് ബി ടെസ്റ്റഡ് പ്രിയർ ടു അപ്ലിക്കേഷൻ ഓഫ് ടെസ്റ്റ് വെക്ടേഴ്സ്. അതായത് കാണിച്ചു തരാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് in the scan register must be tested prior to the application of test vector. Apply a shift sequence 0, 0, 1, 1, 0, 0, 1, 1 of length ns plus 4 എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരു 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വയ്ക്കാം. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എല്ലാ സ്റ്റേറ്റുകളും ഈ പ്രയർ ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു എന്താണ് പറയുക, ഒരു സീരിയൽ ഷിഫ്റ്റാണ് അല്ലേ. ഇതിൻ്റെ ഇൻപുട്ട് ഇങ്ങനെ സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 0, 0, 1, 1, 0, 0 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഇതെല്ലാം ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താ വരിക, ഒരു ബിറ്റ് ഡിലേ വന്നിട്ട്, അപ്പോൾ ഇവിടെ ഡിലേ വന്നിട്ട് 0, 0,
1 1 0. ഈ 0 ഔട്ട് ചെയ്തു. ഇനി അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എന്താ വരാ, ഈ വീണ്ടും ഷിഫ്റ്റ് വന്നിട്ട് 0 0 1 1 ഈ 0 ഇങ്ങോട്ട് പോയി. ഓക്കെ, അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0 to 0 ചേഞ്ച് നോക്കുന്നുണ്ട്, 0 to 1 ചേഞ്ച് നോക്കുന്നുണ്ട്, 1 to 0 ചേഞ്ച് നോക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും എല്ലാ പോസിബിൾ കണ്ടീഷൻസും നമ്മൾ നോക്കുന്നുണ്ട്. അതായത് വൺസ് ഇത് സീരിയൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡേറ്റ സീരിയൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് കറക്റ്റ് ഏത് സ്റ്റേറ്റ് വന്നാലും ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇതുവഴി ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Must be tested prior to the application of test vectors. Apply shift sequence of length produces all possible transition in the flip flop. Okay, thus the total scan test length is ns plus 1 into nc plus ns plus ns plus 4. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ട് ടെസ്റ്റ് ലെങ്ത് എത്രയാണെന്നുള്ളത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, പറ്റുമെങ്കിൽ നോക്കുക പോയിന്റ്. എൻ സി ഈക്വൽ ടു നമ്പർ ഓഫ് കോമ്പിനേഷണൽ ടെസ്റ്റ് വെക്ടേഴ്സ്, എൻ എസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് സ്കാൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് റാൻഡം ആക്സസ് സ്കാൻ ആണ്, RAS എന്ന് പറയുന്നത്. അതിൻ്റെ ഇതുപോലെ തന്നെ ഒരു സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്റർ അല്ല, സീരിയൽ സ്കാൻ മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത്. കുറച്ച് അഡ്രസ് സ്റ്റോറേജ് എലമെൻ്റ് ഉണ്ട്, YD കോഡർ ഉണ്ട്, ഒരു SN ക്ലോക്കൊക്കെ ഉണ്ട്, അതിൻ്റെ XD കോഡറൊക്കെ ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഇവിടെ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് ഈ നോട്ടിൽ തന്നെ ഇതുണ്ട് നോൺ സീരിയൽ. അപ്പോൾ അത് ഈ മറ്റേ മെത്തേഡ്, അതായത് സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മെത്തേഡായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും അറിയാനില്ല, ഈ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സ്കാൻ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മെത്തേഡ് കറക്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതാണ് നോക്കേണ്ടത്. ഇതിൽ പ്രൈമറി ഇൻപുട്ട് കൊടുത്തു, ഡയറക്റ്റ് ഇൻപുട്ട് കൊടുത്തു. ഈ നോർമൽ TC ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് നോർമൽ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്കാനിൻ്റെ പ്രവർത്തനം ഉണ്ടാവില്ല. ഇനി TC ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴാണ് ഈ സ്കാനിങ് കൊടുത്തിട്ട് ഇതൊരു സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഡാറ്റ ഇൻപുട്ട് കൊടുക്കും. ഡാറ്റ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഡാറ്റ ഔട്ട്പുട്ട് സെയിം തന്നെ ഔട്ട്പുട്ടായിട്ട് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്.